രൂപയ്ക്ക് കൊടുക്കുന്ന ഊണിൻ്റെ കൂടെ പുളിശ്ശേരി, സാമ്പാർ, രസം, പരിപ്പ്, 2 കൂട്ടം മീൻകറി, അങ്ങനെ 6 ഐറ്റം ഒഴിക്കാൻ. അതുകൂടാതെ അച്ചാറ്, മെഴുക്ക് പുരട്ടി, തോരൻ, അവിയൽ, പപ്പടം വേറെയും. ഇവിടെ മീനുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പുരട്ടി വെക്കുക കേട്ടോ. അപ്പം നമ്മൾ വന്ന് പറയുമ്പോഴാണ് ചൂടോടുകൂടി വറുത്ത് തരുന്നത്. അപ്പം അയലയുണ്ട്, പിന്നെ ആവോലി ഇനി ഒരെണ്ണം കൂടി ഉള്ളു തീരാനായി. പിന്നെ ശീലാവുണ്ട്, ഇത് കിളിമീൻ. ഈ ഒരു ശീലാവ് വറുത്തത് കണ്ടോ, 40 രൂപയാണേ. ഇതാണെങ്കിൽ ആവോലി, ഇതിന് 90 രൂപയും. എല്ലാവർക്കും നമ്മുടെ കറി എല്ലാം വേണം. അതാണ് ഇപ്പൊ വരുന്നവരായാലും പിന്നെ വരും, വിളിച്ചോണ്ട് വരുന്നുണ്ട്. ഞാൻ BSc ഫിസിക്സ് കഴിഞ്ഞതാണ്. അന്നത്തെ കാലത്ത് ജോലിക്കൊന്നും നോക്കിയില്ലേ? 85-88 കൊല്ലത്ത് പ്രീ ഡിഗ്രി ഫാത്തിമയിലായിരുന്നു, ഫാത്തിമ കോളേജിലാണ്. MSM ഡിഗ്രി ആയിരുന്നു. അന്നേരം കല്യാണമൊക്കെ കഴിഞ്ഞ് അവര് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ ഒന്നും നടന്നില്ല. പിന്നെ പിള്ളേരെയൊക്കെ പിന്നെ ഇതായിരിക്കും ചിലപ്പോ യോഗ. അല്ല, അവരെ പഠിപ്പിക്കാൻ പറ്റും നമുക്ക് പിള്ളേരെ. മക്കളും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാവരുടെ ഒരു ഒത്തൊരുമയോടുകൂടി കാര്യങ്ങളൊക്കെ 3 മക്കളും കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. അവന്മാര് 2 പേരും ഫുൾ ടൈം ഉണ്ട്. ഹാരിസിന്റെ സമയമുള്ളപ്പോ വരും. ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളില് അല്ല, നല്ല രുചി വിളമ്പി കൊടുക്കാൻ പറ്റാന്ന് പറഞ്ഞൊരു ഭാഗ്യല്ലേ, എല്ലാവർക്കും പറ്റൂലല്ലോ. അതെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ മുക്കടയിൽ നിന്ന് മാവേലിക്കരയൊക്കെ പോകുന്ന വഴിയിലാണ് കേട്ടോ. അതായത് നമ്മുടെ കൃഷ്ണപുരം ആ ഒരു റൂട്ടാണ്. ആലപ്പുഴ ജില്ലയിലാണ് വരുന്നത്. കായംകുളത്ത് നിന്നാണെങ്കിൽ ഒരു 3 കിലോമീറ്റർ അത്രയുള്ളൂ. കുറ്റിത്തെരുവ് എന്നാണ് ഈ സ്ഥലത്തിന് പറയുക, 2 കുറ്റിത്തെരുവ്. അപ്പോൾ ഇവിടെ വീട്ടിലെ ഊണ് പോലെ തന്നെ കിട്ടുന്നൊരു സ്ഥലം. ഇവിടെ എനിക്ക് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ ഉമ്മയാണ് കേട്ടോ കട നടത്തുന്നത്. ഞങ്ങൾ ഒരുമിച്ച് NSSൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസർമാരായിരുന്നു. ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്നു. അപ്പോൾ സാറിന് 2019 ശേഷം ഇന്നാണ് നേരിട്ട് കാണുന്നത്. പക്ഷെ എന്നാലും ഇങ്ങനെ കടയുടെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഊണ് ഒരു 4-5 കൂട്ടം ഒഴിച്ചു കറികളുണ്ട്. അതെല്ലാം കൂടി ചേർത്തിട്ട് 70 രൂപയ്ക്ക്. അതുകൂടാതെ മീൻ വറുത്തതൊക്കെ ആണെങ്കിൽ 50, കക്ക 60, ചെമ്മീൻ 60, അങ്ങനെയൊക്കെ. അങ്ങനെ ഭയങ്കര പൈസക്കല്ല, ചെറിയ പൈസക്കാണ് ആളുകളുടെ മനസ്സും വയറും ഒക്കെ നിറച്ചു വിടുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഇത് കണ്ടോ, കക്ക റോസ്റ്റ്. അത് റോസ്റ്റ് അല്ല, ഫ്രൈ എന്നല്ല പറയാല്ലേ. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നമ്മൾ ബീഫ് വരട്ടണ മാതിരി വരട്ടിയെടുത്തിരിക്കുക. എന്നും മാങ്ങാച്ചാറാ അല്ലേ? ഉമ്മ ഇടണ എല്ലാം ഇവിടെ തന്നെ ഇടണം. എന്താന്ന് ഇടുന്ന മാങ്ങ? എനിക്ക് ഹോമിയോയിൽ ജോലി ഉണ്ടായിരുന്നു, ഫാർമസിസ്റ്റ് ആയിട്ട്. അന്നേരം ഹൈവേ വന്നപ്പം ഞങ്ങളുടെ സ്ഥാപനം എല്ലാം ലൈനപ്പായി. അന്നേരത്തേന് വാപ്പാടെ വാപ്പ മുതലേ ഞങ്ങൾക്ക് ഹോട്ടല് ആണ് കൊല്ലത്ത്. അന്നേരം വാപ്പാടെ പേരാ കടക്കിട്ടായിരുന്നു. മരിച്ചിട്ട് 14 വർഷമായി. അങ്ങനെ ഇങ്ങനൊരു സംരംഭം തുടങ്ങാന്നുള്ള രീതിയിൽ തുടങ്ങിയത്. ആദ്യം പുല്ലുവിളങ്ങരയിലായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നിട്ട് 2 വർഷമായി. മക്കളുണ്ട്, പിന്നെ ഞങ്ങളുടെ സാറുണ്ട്, മോളുണ്ട്. അങ്ങനെ മീനൊക്കെ പുള്ളിക്കാരി വറുത്തോളും. ഞാൻ എല്ലാം ചെയ്തു വെക്കും. മസാലയൊക്കെ പുരട്ടി വയ്ക്കുമ്പോൾ 12 മണിയാകുമ്പോൾ പുള്ളിക്കാരി വരും. കാര്യം നമുക്ക് ലൈവായിട്ട് മീൻ വറുക്കുന്നത് കൊണ്ട് എനിക്ക് പാഴ്സൽ വന്നിരിക്കുമ്പോ തന്നെ വറുത്ത് കൊടുക്കുകയാണ്. എല്ലാം ഗ്രേവി എല്ലാം പുരട്ടി വെച്ചേക്കും. ഒരു 5 മിനിറ്റ് താമസം വരും. കക്കയും കൊഞ്ചും കണവയൊക്കെ നേരത്തെ വെച്ചേക്കും. പിന്നെ അതും ചൂടാക്കി കൊടുക്കണമല്ലോ. ഇവിടെ ഞായറാഴ്ചയുണ്ട്. ഞായറാഴ്ചയുണ്ട്. എത്ര മണിയൊക്കെ ആകുമ്പോഴാണ് ഊണ് റെഡി ആവണേ? കറക്റ്റ് 12 ആകുമ്പോഴത്തേക്ക്. 2:30 ആകുമ്പോൾ തീരും. നേരത്തെ തീർന്നു. 1:30 ഇപ്പോഴേ കഴിഞ്ഞതാണ്. മാങ്ങയിട്ട മീൻകറി കാണുമ്പോഴേ ഒരു പ്രത്യേക ഇഷ്ടം. അതെ, 5 കൂട്ടം ഒഴിക്കാനുണ്ടെങ്കിലും മാങ്ങ ഇട്ട് വെച്ച മീൻകറി കണ്ടപ്പോൾ ഞാൻ അതാണ് കേട്ടോ മേടിച്ചത്. പുളിശ്ശേരി നമുക്ക് മേടിക്കാം, എന്നാലും മാങ്ങ ഇട്ട് വെച്ചതിന് എന്തോ ഒരു ഇത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസമായാലും കടയുണ്ട്. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ദിവസം ആയാലും ചില കടകളൊക്കെ അവധിയല്ലേ. ഇവിടെ ആ കുഴപ്പമില്ല കേട്ടോ. സൂപ്പർ മീൻകറി. ഉമ്മ പറഞ്ഞ പോലെ ആലപ്പുഴ സ്പെഷ്യൽ മീൻകറി എന്നാണ് പറഞ്ഞത്. കൊള്ളാം. തിരുവനന്തപുരം സ്വാദുമല്ല, എറണാകുളം സ്വാദുമല്ല. നല്ല പഞ്ഞി മാതിരി ഇരിക്കുന്ന മീൻ. ആവൂലി അല്ലെങ്കിലും വറുത്ത് കഴിയുമ്പോൾ നല്ല സ്വാദല്ലേ. പിന്നെയുള്ളത് ഈ ശീലാവാണ്. ശീലാവ് ഞാൻ അങ്ങനെ അധികം കഴിച്ചിട്ടില്ല. കഴിച്ചു നോക്കട്ടെ. കൊള്ളാം. ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. നമ്മുടെ വീട്ടിലൊന്നും ശീലാവ് അങ്ങനെ അധികം മേടിക്കലില്ല. മാഷിൻ്റെ പേര് ഹരീഷ് എന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ കളമശ്ശേരിയിൽ വെച്ചിട്ട് രാജഗിരിയിലായിരുന്നു ഞങ്ങൾക്ക് ETയുടെ ട്രെയിനിങ്. അപ്പോൾ ആ സമയത്താണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടു. അന്ന് ഞങ്ങൾ 2 പേരും നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസർമാരായിട്ടിരിക്കുന്ന സമയം. എനിക്ക് തോന്നുന്നു ഒരു 7 ദിവസം 8 ദിവസം എന്തോ ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നത്. അവിടെ താമസിച്ച് ട്രെയിനിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും തമ്മിൽ ഇപ്പോഴും ഞങ്ങൾക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. കേരളത്തിന് പല ജില്ലയിൽ നിന്നുള്ള കോളേജുകളിൽ നിന്നും
ഹയർ സെക്കൻഡറിയിൽ നിന്നൊക്കെ ഉള്ള സാറുമാരും ടീച്ചർമാരും എല്ലാം ട്രെയിനിങ് പങ്കെടുത്തത്. ഞങ്ങൾ എനിക്ക് തോന്നുന്നു 40 പേരൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് സാറ് പറയണത് ഇങ്ങനെ ഉമ്മയ്ക്ക് ഒരു കടയുടെ ഇടയ്ക്ക് വരണം ടീച്ചറേ എന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റി വെച്ച് ഇപ്പോഴാണ് വരാൻ പറ്റിയത്. ഇവിടുത്തെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഉമ്മായും മക്കളും എല്ലാവരും ഇവിടെ ചിലപ്പോൾ സാറിന് ക്ലാസ്സുള്ള ദിവസം സാറ് പഠിപ്പിക്കാൻ പോകും. അതല്ലാത്തപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഫുൾ ടൈം. കാരണം അവർ അങ്ങനെയാണ്, അവർ സാറും സാറിൻ്റെ 2 അനിയന്മാരും ഉമ്മായും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണം കേട്ടോ. നല്ല ഭക്ഷണം കേട്ടോ, യാതൊരു നമുക്കൊരു തെറ്റും പറയാനില്ല. നല്ല രുചിയുണ്ട്, കറികളൊക്കെ സൂപ്പറാണ്. എനിക്ക് പുളിശ്ശേരി രസം വേണ്ട, പുളിശ്ശേരി മതി. ഉമ്മ പണ്ടും നല്ല പാചക വിദഗ്ധയെന്ന് തോന്നണം അല്ലേ? എടുത്തോ ഞാൻ പറഞ്ഞില്ലേ, ഒരു കറിയും നമുക്ക് പോരാന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കേണ്ട കാര്യമില്ല. ഈ വാഴക്കുളപ്പിനും പരിപ്പും ഇട്ടിട്ട് നമ്മൾ പയറിട്ടാ വയ്ക്കുക, വാഴക്കൂമ്പും പയറും. ഇത് പക്ഷേ വാഴക്കൂമ്പും നമ്മളെ സാമ്പാറിലൊക്കെ ഇടുന്ന പരിപ്പില്ലേ, അത് വെച്ചിട്ടുള്ള ഒരു തോരൻ. ഒരുപാട് സന്തോഷത്തിലാണ് നിൽക്കുന്നത്. കാരണം ഉമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണം കഴിച്ചു. അതിലുപരി സാറിനെയൊക്കെ കാണാൻ പറ്റി എന്നുള്ളതാണ്. നമ്മൾ ഇത്ര അടുത്താണെങ്കിലും പിന്നെ കാണാൻ ഒത്തില്ല. 6 വർഷമായി ശരിക്കും കണ്ടിട്ട്. നമ്മളൊക്കെ ഒരു ഫാമിലി പോലെ അങ്ങനെ ഒരു 7 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് പോകുമ്പോൾ ഭയങ്കര മിസ്സിങ് ആയിരുന്നേ. ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. മാറ്റങ്ങളും ഉണ്ടാക്കില്ലേ ആ ഒരു 7 ദിവസം ട്രെയിനിങ്. സത്യം, നമ്മളെ തന്നെ അങ്ങനെ ഒന്ന് എങ്ങനെയാണ് ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാന്നൊക്കെ ഞങ്ങളും പഠിച്ച ഒരു സമയമാണ്. നമുക്ക് ആർക്കും ഒന്നും അറിയാൻ പാടില്ലാതെയാണ് ആ ട്രെയിനിങ്ങിൽ എത്തുന്നത്. പക്ഷെ അങ്ങനെ ഒരുപാട് ഞാനും നിർബന്ധിച്ചാണ് ഞങ്ങളെയൊക്കെ ട്രെയിനിങ്ങിന് കൊണ്ടിടുന്നത്. കാരണം നമ്മള് കുട്ടികളെ പഠിപ്പിക്കുമല്ലോ, നമുക്ക് പിന്നെ പഠിക്കാനൊന്നും താല്പര്യമില്ല. ആ ഒരു സ്റ്റേജിലാണ് ഞങ്ങളില്ല. നമ്മുടെ ഉറക്കമൊക്കെ വരും ക്ലാസ്സിലിരിക്കുക, രാവിലെ മുതൽ യോഗ ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്കത് ഒരു നമ്മൾ വീണ്ടും കുട്ടിയാവുകയാണ്, സ്റ്റുഡന്റ് ആവുകയാണ്. അങ്ങനെ ഒരു സാധനമായിരുന്നു. പക്ഷെ ഡാൻസും പാട്ടും ഞങ്ങൾ ഒരുമിച്ച് നാടകമൊക്കെ അഭിനയിച്ച് അങ്ങനെ കുറെ ഓർമ്മകളാണ് ഇപ്പോൾ ശരിക്കും വന്നത്. അപ്പൊ എന്തായാലും കടയുടെ ലൊക്കേഷൻ ശരിക്കും കുറ്റിത്തെരുവ് മാവേലിക്കരയ്ക്ക് ഇവിടുന്ന് 8 കിലോമീറ്റർ അല്ലേ, 10 കിലോമീറ്ററിനകത്ത്. അപ്പോൾ കായംകുളത്തിന്റെ മാവേലിക്കരയുടെ ഒക്കെ അടുത്ത പ്രദേശമായിട്ടാണ് വരുന്നത്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് കഴിച്ചു നോക്കിക്കോ. നല്ല ഫുഡാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ ഒഴിച്ചുകറിയുടെ ഒരാളാണ്. അപ്പൊ അത് കാരണം ഈ 6 കൂട്ടം ഒഴിച്ചുകറി ഇങ്ങനെ നിരത്തി വെച്ചേക്കണ കണ്ടപ്പോ തന്നെ ഒരു വലിയ സന്തോഷം. ഞാൻ ഇങ്ങനെ വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ഐറ്റം ഇല്ലേ, ഒഴിക്കാൻ വേണ്ടി ഇത്രയും ഐറ്റം ഒഴിക്കാൻ വേണ്ടി. ശരിയാണ്, എല്ലാവരും അതാണ് പിന്നെയും മേടിക്കുന്നത് കേട്ടോ. ഈ തോരൻ അവിയലൊന്നും ആരും രണ്ടാമത് മേടിക്കുന്നത്. എല്ലാവർക്കും ഈ ഒഴിക്കാനുള്ളത് ഇങ്ങനെ അത് ഓരോ സെക്ഷൻ ഒഴിച്ച് ഓരോരുത്തർ കഴിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊരു വലിയൊരു ഇതാണ്. പിന്നെ ഇവര് മക്കളുടെ ഒരു സപ്പോർട്ട്, ഉമ്മ അത് പറഞ്ഞു, മക്കളുടെ സപ്പോർട്ടിലാണ് ഇങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ കയറി കഴിച്ചു നോക്കുക, നല്ല ഭക്ഷണമാണ്. ഒരു സപ്പോർട്ടും കൂടിയാണ് അല്ലേ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം.